കട്ടപ്പന ഫൊറോന പള്ളിയിലാണ് ഓശാന ഞായർ ദിവസം ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ എത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിലും എത്തിയതാണോ അതെയോ എല്ലാ വർഷവും വരുന്ന പോലെ തന്നെയുള്ള വരവാണ്? തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എത്തിയെന്നുള്ള പ്രത്യേകതയൊന്നുമില്ല. ഓശാന ഞായറാഴ്ച കുർബാന കാണുക എന്നുള്ളത് പതിവ് മുടക്കാത്തൊരു കാര്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും കുർബാന കാണുന്ന ശീലവുമുണ്ട്. ഇന്നേ ദിവസം കട്ടപ്പന ഫൊറോന പള്ളിയിലായി കുർബാന എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് കട്ടപ്പന കാഞ്ചാർ പഞ്ചായത്തിലാണ് പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ മര്യാവരം പഞ്ചായത്തുണ്ട്. അപ്പോൾ ആ നിലയിൽ കട്ടപ്പന വന്ന് കുർബാന കണ്ട് പര്യടനത്തിലേക്ക് ഇറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം ഇത്രയും ദിവസം പിന്നിട്ടു. ആത്മവിശ്വാസം കൂടിയോ കുറഞ്ഞോ? വളരെയേറെ വർദ്ധിച്ചു. ഓരോ ദിവസം ചെല്ലും തോറും ആത്മവിശ്വാസത്തിന്റെ നിർവൃതിയിലാണ്. ജനങ്ങളുടെ സന്തോഷവും അവരുടെ പ്രതികരണവും മനോഭാവവും രീതികളും ഈ നാടിന്റെ വികസന കുതിപ്പിൽ അവർക്കുള്ള സന്തോഷം അതിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം പറയുന്നത് റോഷി അഗസ്റ്റിൻ ഇത്തവണ മാറണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം. 20 വർഷം തങ്ങൾക്കൊപ്പം നിന്നു, 5 വർഷം മറുകണ്ഠം ചാടി മന്ത്രിയായി, ഒരു തരത്തിലുള്ള വികസനവും ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിമർശനം. അത് ജനങ്ങൾ വിധി എഴുതട്ടെ. ആ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല. 4 നൂറ്റാണ്ട് കാലം എന്നെ സംരക്ഷിച്ചൊരു ജനമാണല്ലോ ഇവിടെയുള്ളത്. ഇവിടെ വികസനം നടന്നോ ഇല്ലയോ എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അവർ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതെന്റെ ജനങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. അവരാണല്ലോ എന്നെ തിരഞ്ഞെടുക്കേണ്ടത്. അവർക്ക് വേണ്ടി ഈ നിയോജക മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വികസന കുതിപ്പിൽ ഇത്രയും മുന്നോട്ടൊന്നൊരു കാലഘട്ടമുണ്ടോ? ടാറിട്ട റോഡിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വോട്ട് ചോദിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായി. നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റ്സിൽ ഏതെല്ലാം തരങ്ങളിലുള്ള മാറ്റം, ടൂറിസം രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഈ മാറ്റങ്ങളൊക്കെ ദൃശ്യമാക്കാൻ കഴിഞ്ഞിട്ട് അത് വികസനത്തിന്റെ പാതയല്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയിൽ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. LDF-നൊപ്പം നിന്നപ്പോഴാണോ UDF-നൊപ്പം നിന്നപ്പോഴാണോ കൂടുതൽ വികസനങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്? എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലുണ്ടായ അത്യപൂർവമായ മാറ്റങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിച്ചു. അടിസ്ഥാനപരമായ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിച്ച ഒരു ഗവൺമെന്റാണിത്. നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങൾ, നിർമ്മിതികൾ പട്ടയം കൊടുത്തപ്പോൾ പട്ടയത്തിൽ വ്യവസ്ഥിക്കാതെ നിർമ്മിച്ചു എന്നുള്ളതിന്റെ പേരിൽ തന്നെ അതെല്ലാം നിയമവിരുദ്ധമാണെന്ന് കണ്ട കോടതിയുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്തിയൊരു ഗവൺമെന്റാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്താണ്? പുതിയ നിർമ്മാണം നടത്തുന്നതിന് പെർമിഷൻ കൊടുത്തൊരു ഗവൺമെന്റാണ്. അപ്പോൾ നിർമ്മാണ നിരോധനവും മാറി, പട്ടയങ്ങൾ കൊടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കി. ഏലം എന്ന ലാൻഡ് രജിസ്ട്രിയിൽ എഴുതപ്പെട്ടതുകൊണ്ട് പട്ടയം നിഷേധിക്കപ്പെട്ട 4000-ഓളം കുടുംബങ്ങൾ 28,855 ഹെക്ടർ ഭൂമി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അറിവോടുകൂടി സമ്മതത്തോടുകൂടി കൊടുക്കാൻ നമുക്ക് അവകാശമുണ്ടായിരിക്കെ ആ ഭൂപരിധിയിൽപ്പെട്ട ലാൻഡാണെന്ന് കണക്കാക്കി അത് കണ്ടെത്തി ആ ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനമെടുത്തൊരു സർക്കാർ. അതൊക്കെയല്ലേ നേട്ടം. ആ നിലങ്ങളിൽ സർവ്വതലസ്പർശിയായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി ചെയ്തൊരു സർക്കാരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. 2018 പ്രളയം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അന്ന് മരിക്കോ ജീവിക്കോ എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നിന്നാണ്. അന്ന് ഒരുപക്ഷെ ഇടുക്കിയിൽ താമസിക്കാൻ പറ്റില്ല അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി. അന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന ആളാണ് റോഷി അഗസ്റ്റിൻ. അന്നത്തെ കാര്യം ഓർത്തെടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അത് പുറകോട്ട് ആലോചിക്കുന്ന തന്നെ വിഷമമാണ്. ചെറുതോണി നിൽക്കുന്ന സന്ദർഭം 2018 രൂക്ഷമായ മഴയും വെള്ളപ്പൊക്കവും. നമ്മുടെ ഡാമിന്റെ ജലനിരപ്പ് 2403 മാക്സിമം. 2401 കഴിഞ്ഞു. ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. വയർലെസ് മെസ്സേജിലൂടെ കിട്ടുന്ന സന്ദേശങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമാണ് ഒരു വാർത്ത. പത്രക്കാർക്കോ മീഡിയയ്ക്കോ ചാനലിനൊന്നും പ്രവർത്തിക്കാനുള്ള അവസരമില്ല. എല്ലാം നഷ്ടപ്പെട്ടു. റോഡുകൾ ഗതാഗതയോഗ്യമല്ലാതെ തീർന്നു. വൈദ്യുതി നഷ്ടപ്പെട്ടു. നമുക്ക് മൊബൈൽ ഫോൺ പോലും ചലിക്കുന്നില്ല എന്നുള്ള സ്ഥിതി വന്നു. ഭൂരിപക്ഷം ആൾക്കാരും ക്യാമ്പുകളിൽ താമസിക്കുന്നു. ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒക്കെ കൂടുന്നു. നീരവ വർദ്ധിക്കുമ്പോൾ നമ്മൾ തുറന്നുവിടുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം ഡാമിലേക്ക് എത്തിച്ചേരുന്നു. മുല്ലപ്പെരിയാർ കവിഞ്ഞു നിൽക്കുന്നു. മുഴുവൻ ഷട്ടറുകളും തുറന്നുവിട്ടിരിക്കുന്നു. ഒഴുകിപ്പോകുന്ന വെള്ളം ആലുവയിലേക്ക് ചെല്ലുമ്പോൾ 2-3 നിലയിലേക്ക് ആൾക്കാരെ മാറ്റുന്നു. ഓർത്തെടുക്കാൻ പറ്റാത്ത രംഗമായിരുന്നു. തളർന്ന് ഞാനൊരു ഷാളിട്ട് ആ സ്റ്റോണേജിന്റെ പടിയിൽ പോയിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട്. ഇനിയൊരു യാത്ര തിരുവനന്തപുരത്തേക്കോ നിയമസഭയിലേക്കോ പോകാൻ കരുതുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. കഞ്ഞിക്കുഴിയിലും മരിയാപുരത്തും വാഴത്തോപ്പിലുമായി 45ഓളം പേരാണ് മണ്ണിടിഞ്ഞ് ഉരുളുപൊട്ടിയും മരണമടഞ്ഞത്. അവരുടെ ഡെഡ് ബോഡി തലച്ചുമടായി കൊണ്ടുപോകുന്ന രംഗം നോക്കി നിൽക്കുകയും കാണാനും അതോടൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാരെ സ്ട്രക്ചറിലെടുത്തുകൊണ്ട് ഓടാനും ഒക്കെ എനിക്ക് കിട്ടിയ സാഹചര്യം ഞാൻ ഓർക്കുന്നു. അവിടെ ഒന്നും രാഷ്ട്രീയമോ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലായിരുന്നു. ഒരുമിച്ച കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത ആത്മവിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ജീവിച്ചിരുന്നവരാണ് എന്ന് കൃത്യമായി ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഓർമ്മകളിൽ കൂടെ കടന്നു പോകുമ്പോൾ
ആ ജനത്തെ ചേർത്ത് നിർത്തിയൊരു വ്യക്തി എന്ന രീതിയിൽ അവരുടെ ദുഃഖത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാം എനിക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും സംതൃപ്തിയും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. എല്ലാ അവസരത്തിലും ജനങ്ങൾക്കൊപ്പം ഇടുക്കിയിൽ നിന്ന ആളാണ് റോഷി അഗസ്റ്റിൻ. അതുകൊണ്ട് തന്നെ ഇത്തവണയും ജയിക്കും, തുടരും എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ 24നോട് പറഞ്ഞിരിക്കുന്നത്. സുമിത്രപ്പം, രാഹുൽ വിജയൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.